ടേം പറഞ്ഞു, വെജനിസ്മസ്. അത് എന്ത് കാരണം കൊണ്ട് വരാം? വാട്ട് ഏജ് ഗ്രൂപ്പിലാണ് നോർമലി ഇത് കാണുക? അല്ല, ഏജ് ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. കാരണം വജൈനിസ്മസ് തനിക്ക് ഉണ്ടെന്ന് ഒരു യുവതി അല്ലെങ്കിൽ ഒരു സ്ത്രീ തിരിച്ചറിയുന്നത് തന്നെ വിവാഹം കഴിഞ്ഞ് പാർട്ട്ണറുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി നോക്കുമ്പോൾ പേടി കാരണം തുടകൾ കൂട്ടിപ്പിടിക്കുക, അല്ലെങ്കിൽ ചന്തി പൊക്കി പുറകോട്ട് മാറുക, അല്ലെങ്കിൽ ഹസ്ബൻഡിനെ പിടിച്ച് തള്ളുക, ഇങ്ങനെയൊക്കെ ഓരോ ലക്ഷണങ്ങൾ വരുമ്പോഴല്ലേ ആ കുട്ടി മനസ്സിലാക്കണത്. അപ്പൊ വിവാഹം കഴിഞ്ഞിട്ടേ ഇത് നമ്മൾക്ക് സാധാരണ രീതിയിൽ അറിയുള്ളൂ. ഇനി കാരണങ്ങളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്ഭുതകരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് കേസുകളിൽ കാരണമേ ഇല്ല. നമ്മൾ വിചാരിക്കും ഈ പ്രായത്തിൽ ഈ ഒരു പെൺകുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആ ഒരു ലൈംഗിക പീഡനം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആ ഒരു ടെൻഷൻ, ഇത് വേറെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു കാര്യമൊക്കെ കണ്ടിട്ട് പ്രശ്നം വരാം എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെ ആ ഒരു കാരണം വജൈനിസ്മസ് വരുന്ന കേസുകൾ താരതമ്യേന കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലാതെ തന്നെ മിക്കവർക്കും ഈ ഒരു ഫ്രണ്ട്സ് പറഞ്ഞ് പേടിപ്പിച്ചു എന്ന ഒരു കാരണം ആണ് പറയുന്നത്. പ്രത്യേകിച്ച് അങ്ങനെ ഒരു കാരണം പലരിലും കാണാറില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പൊ മാഡത്തിന്റെ പ്രാക്ടീസിൽ ഇപ്പൊ എത്ര പെർസെന്റേജ് ഓഫ് വിമൻ ഈ ഒരു വെജനിസ്മസ് സഫർ ചെയ്യുന്നു? എന്റെ പ്രാക്ടീസ് എന്ന് പറയുമ്പം ഇപ്പൊ മെയിനായിട്ടും ഈ ഒരു വജൈനിസ്മസും ഈ ഒരു എറക്ടൈൽ ഡിസ്ഫങ്ഷനും അത് കാരണം ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളവരാണ് ഒരുപാട് കൂടുതൽ, ബഹുഭൂരിപക്ഷം. സോ ഇസ് ഇറ്റ് മെയിൻലി വുമണിനുള്ള ഒരു ഇൻബിൽറ്റ് ടെൻഷൻ ആണോ, സൊസൈറ്റി പ്രഷർ ആണോ? അല്ല, പല കാരണങ്ങളുണ്ട് കേട്ടോ. കാരണം നമ്മളിങ്ങനെ പല കാരണങ്ങൾ ഇങ്ങനെ ചോദിച്ചു വരുമ്പോൾ ഒരു പേഷ്യന്റ്, ഒരു പെൺകുട്ടി, ഒരു ഭാര്യയും ഭർത്താവും നമ്മളുടെ അടുത്ത് 3ാമത്തെ ബാച്ചിൽ വന്ന, ഇപ്പം നമുക്ക് 14ാമത്തെ ബാച്ചാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. 3ാമത്തെ ബാച്ചിൽ വന്ന ഒരു പെൺകുട്ടി, ഒരു മുസ്ലിം പെൺകുട്ടിയാട്ടോ. അപ്പം ആ പെൺകുട്ടി ഇവിടെ അഡ്മിഷൻ ആയതിനു ശേഷം സാധാരണ ബാക്കി എല്ലാവരും പോകുന്നത്ര സ്പീഡിൽ ഈ കുട്ടിക്ക് ആ ഒരു പ്രോഗ്രസ് വരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ചോദിച്ചു ഇനി വേറെന്താ പ്രശ്നം ചോദിച്ചു വരുമ്പോൾ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, മോളെ വീട്ടിൽ അച്ഛനും അമ്മയും എങ്ങനെയായിരുന്നു? വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പം അത് പറയുമ്പോൾ തന്നെ, അത് ചോദിക്കുമ്പോൾ തന്നെ കൊച്ചിൻ്റെ ഇങ്ങനെ കണ്ണുനീര് വരിക. അപ്പം എന്താ മോളെ എന്ന് ചോദിക്കുമ്പം അച്ഛൻ വന്ന് 1 മാർക്ക് കുറഞ്ഞാൽ അപ്പം ശിക്ഷിക്കുകയായിരുന്നു. വഴക്ക് പറഞ്ഞ് ആകെ എന്ന് പറഞ്ഞാൽ നാണം കെടുത്തുമായിരുന്നു. ആൾക്കാരൊക്കെ വരുമ്പോൾ അവരുടെ മുന്നിൽ വെച്ചും പ്രശ്നം പറയുമായിരുന്നു. ഇങ്ങനെ എപ്പോഴും അച്ഛൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ കൊച്ചിന് ഭയങ്കര ഒരു ദേഷ്യ. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛനെ കുറിച്ചൊന്ന് ആലോചിക്കൂ, ഇപ്പൊ ഇവിടെ ഇരുന്ന് അച്ഛനെ കുറിച്ച് ആലോചിക്കൂ, അച്ഛൻ മോളോട് എന്തെങ്കിലുമൊക്കെ മോശമായി പെരുമാറിയതൊന്ന് ആലോചിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ ആ കുട്ടി കണ്ണടച്ചിരുന്ന് ഇങ്ങനെ ആലോചിച്ചു. അപ്പൊ ആലോചിക്കുമ്പം ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, ഇപ്പൊ മോളുടെ ശരീരം എങ്ങനെയായിരിക്കണത്? അപ്പൊ ആ കൊച്ചിന്റെ മസിൽസ് ഒക്കെ ഇങ്ങനെ ടെൻഷനായിട്ട് ഇരിക്കുക. അപ്പൊ നമുക്ക് ഈ കൈയൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുക. അപ്പൊ കൈയൊക്കെ ഇങ്ങനെ പിടിക്കുമ്പം ഡോക്ടർ വിവേക് ഒന്ന് കൈ ഇങ്ങനെ പിടിച്ച് കൈയൊക്കെ പിടിക്കുമ്പം നമ്മുടെ അവിടെ താഴത്തെ ആ മസിൽസ്, ആ മലദ്വാരത്തിന് ചുറ്റുമുള്ളതും ആ ഒരു മൂത്രനാളിക്കുള്ള ചുറ്റുമുള്ള മസിൽസ് എന്താ ചെയ്യണത്? അപ്പം ചെറിയ പ്രായം മുതൽ ഈ കുട്ടിയുടെ മസിൽസ് മിക്കപ്പോഴും ടൈറ്റൻഡായിട്ടിരിക്കുക, സ്പാസം. മനസ്സിലായില്ലേ? ഇതിന്റെ ഭർത്താവാണെങ്കിൽ അത്ര സപ്പോർട്ടീവായ ഹസ്ബൻഡ്. നമ്മൾ വിചാരിക്കും ഇത്രയും സപ്പോർട്ടീവായിട്ടുള്ള ഹസ്ബൻഡുള്ള ഒരു ഭാര്യയ്ക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു? കാരണം ഈ കുട്ടിക്ക് ചെറിയ പ്രായം മുതൽ 26 വയസ്സ് വരെ ഇങ്ങനെയാണ് ഇരിക്കണതേ. അതുമുതൽ ആ സമയം മുതൽ ഞാൻ എല്ലാവരോടും ഈ ഫാമിലി ഹിസ്റ്ററി, അതായത് അവരുടെ കുടുംബപരമായിട്ടുള്ള ആ പശ്ചാത്തലം ചോദിച്ച്, എങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിൽ പേരന്റിങ് സ്റ്റൈൽ? ഒന്നുകിൽ വീട്ടിൽ ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല, പക്ഷെ സ്കൂളിൽ ടീച്ചർമാർ സ്ട്രിക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ബ്രദേഴ്സും സിസ്റ്റേഴ്സും തമ്മിൽ പ്രശ്നമായിരിക്കും. എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മുടെ മനസ്സിൽ ഒരു റിസൻമെന്റ്, ഒരു നൈരാശ്യം, അല്ലെങ്കിൽ ഒരു ദേഷ്യം, ഒരു വെറുപ്പ്, ഇതൊക്കെ വരുമ്പം നമ്മുടെ അറിയാണ്ട് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് ആയിപ്പോവും അല്ലേ? ഇതൊക്കെ ഒരു കാരണം. ഇനി ഒരു കാരണവും ഇല്ലാത്ത ഒരു 10-40% കേസുകളും ഉണ്ടെന്നുള്ളതാണ് ഇപ്പം നമ്മൾ കണക്കുകൾ സൂചിപ്പിക്കുന്നത് കേട്ടോ.